വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ 2 തരത്തിലുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇവിടെ വെക്കുന്നത്. ഒന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതും, രണ്ടാമത്തേത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാത്തതും. അങ്ങനെ 2 തരത്തിലുള്ള ചിക്കൻ സ്റ്റൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ വീഡിയോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, പൊട്ടറ്റോ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഇറച്ചി. ഇൻഗ്രീഡിയൻസ് ഞാൻ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. 2 എണ്ണം വെച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട, പിന്നെ നമ്മുടെ ഏലക്കായ. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ആദ്യമേ എണ്ണ ചൂടായി പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു മീഡിയം ഹീറ്റിലിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇതിനെ നല്ല വഴറ്റിയെടുക്കുക. തീ ചെറിയ ലോവിലേക്ക് മാറ്റുക. എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഇറച്ചി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 100 മില്ലി പാലും 400 മില്ലി വെള്ളവും കൂടെ ചേർത്ത് അതിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ 150 മില്ലി പാലും കൂടെ ചേർത്ത് ഒരു തിക്കായിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിൽ മാഷ് ചെയ്ത് കൊടുക്കുക. ഈ അവസാനത്തെ പാല് ഒഴിച്ചതിന് ശേഷം തീ വളരെ ലോ ആയിരിക്കണം. ഒരിക്കലും കറി തിളയ്ക്കാൻ ഇടയാകരുത്. തിളച്ചാൽ കറി വിരിഞ്ഞു പോകും, അതിനിടയാകും. പിന്നെ നമ്മൾ കടുക് വറുത്ത്, കടുക്, നമ്മുടെ പെരുംജീരകം, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടുക. കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ നമ്മുടെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. ആകെ ചേർക്കുന്നത് ആ എരിവ് കിട്ടാനായിട്ട് ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇത് മാത്രമേ ഞാനിതിൽ ചേർക്കാറുള്ളൂ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോട്ട് ചെയ്യുക. ആദ്യമേ സവോള വഴറ്റിയെടുക്കുക. ആ സവോള വഴറ്റുമ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചിയുടെ എമൗണ്ട് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും കൂടെ ഉള്ള ആ ടേസ്റ്റാണ് നമ്മുടെ കറിയിലേക്ക് വരുന്നത്. ഇത് നല്ലതായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി എടുക്കണം. അതാണ് ഈ കറിയുടെ രുചി വരുന്നത്. ഇത് നന്നായിട്ട് വഴന്ന് വന്ന്, അതായത് ഈ ഇറച്ചിയുടെ മാംസത്തിൻ്റെ കളറ് മാറി ഒരു വെള്ള കളറായിട്ട് വരണം. ആ വെള്ള കളറായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പൊട്ടറ്റോയോ അല്ലെങ്കിൽ ക്യാരറ്റോ ഗ്രീൻ പീസോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത്ര ഇട്ടതിന് ശേഷം സ്വല്പം ഉപ്പും കൂടെ ഇടുക. അത് നമ്മൾ അല്ലെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു മീഡിയം ഹീറ്റ് തീയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഇവിടുത്തെ ഒരു 10 മിനിറ്റും കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. നമ്മൾ സ്കിന്ന് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രുചി കൂടും കറിക്ക്, പക്ഷേ ഒത്തിരി അൺഹെൽത്തിയാണ് ഈ സ്കിൻ നമ്മുടെ കറിയിൽ നമ്മൾ ചേർക്കുന്നത്. ഈ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റുക.
അതും കൂടെ വഴന്നു വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കുക. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് എല്ലാ കൂട്ടുകാരോടും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ, നോട്ടിഫിക്കേഷൻ ഐക്കോണും ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോൾ പുതിയ റെസിപ്പീസ് ഇട്ടാലും അത് നിങ്ങളിലേക്ക് എത്തും. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ്. ആ വെള്ളം ഈ മീറ്റിനെയും പൊട്ടറ്റോയെയും കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ തീയെ ഏറ്റവും ലോവിലേക്കാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച് വെച്ചിരിക്കുന്ന പാല്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ലോങ് ലൈഫ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അതും നമ്മുടെ ഞാനിവിടെ അവനവൻ്റെ കൺസിസ്റ്റൻസി എത്ര തിക്നെസ് വേണം അതിനെ ആശ്രയിച്ചിരിക്കും. ഞാനിവിടെ 300 ml പാലും കൂടെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് ആവി പറക്കുന്ന പരുവം ആകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്ത്, വിനാഗിരി ചേർക്കേണ്ടത് ഓപ്ഷണൽ ആണ്. ഇവിടെ നമ്മുടെ തിക്കായിട്ടുള്ള ഒരു കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക ചതച്ചതൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വിനാഗിരി ഓപ്ഷണലാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്ത് ചേർക്കുകയാണ്. നല്ല തിക്ക് കറി കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് അധികം തിക്നെസ് ഇല്ല. ഒരു 5 മിനിറ്റ്, ഒരു 8 മിനിറ്റ് ഇതുപോലെ വെക്കുക. നല്ല തിക്ക് കറി കിട്ടും. അപ്പത്തിന് കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സൈനിങ് ഓഫ്, ഷൈന തോമസ്.